السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സമസ്ത 98ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 98 വർഷം പിന്നിടുമ്പോൾ സമസ്തക്ക് അവരുടെ പല നിലപാടുകളും ഇപ്പോൾ മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. സമസ്തയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, നവോത്ഥാനത്തോട് എക്കാലഘട്ടത്തിലും പുറംതിരിഞ്ഞു നിന്ന ഒരു ചരിത്രമാണ് സമസ്തക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തോട്, മലയാള ഭാഷ പഠിക്കുന്നതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതും സ്ത്രീ സമൂഹം അക്ഷരവിദ്യ നേടുന്നതുമൊക്കെ സമസ്തക്ക് പാടില്ലാത്തതായിരുന്നു. സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ പുതിയ കാല നേതാക്കൾ ഈ ചരിത്രമൊക്കെ മറച്ചു വെച്ചുകൊണ്ടും അതല്ലെങ്കിൽ പഠിക്കാതെയുമൊക്കെയാണ് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയകാല നിലപാടുകളിൽ കടുപ്പം കുറച്ചുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്തയുടെ പ്രസിഡൻ്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകൾ അതിപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ സമസ്തയുടെ കഴിഞ്ഞകാല ഗതകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കുന്ന ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, സ്ത്രീ അക്ഷരവിദ്യ പഠിക്കരുത് എന്ന് പ്രമേയം പാസാക്കിയ ഒരു സംഘടനയുടെ അമരത്തിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം പറയുകയാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്ത ചെയ്തിട്ടുണ്ട് പോലും. മാത്രമല്ല, സ്ത്രീ വിദ്യാഭ്യാസം എതിർക്കപ്പെടേണ്ടതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കാദ്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾ തന്നെ കേൾക്കാം. അതിനുശേഷം നമുക്ക് സമസ്തയുടെ ഗതകാല ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയട്ടെ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്തകളുടെ ജമിയത്തുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ. അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിലേക്ക് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകൾ, വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് മാത്രമേ പാടുള്ളൂ. അതും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്താവുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ, ഇദ്ദേഹം സമസ്തയുടെ ചരിത്രം പഠിക്കാഞ്ഞിട്ടാണോ, ഇനി അതല്ല ഈ ഫാസിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ ബോധപൂർവം ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ചില അഭിനയങ്ങൾ നടത്തുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലെങ്കിലും ചരിത്രം മറച്ചു വെച്ചാലും കേരള മുസ്ലിം സമൂഹത്തിന് സമസ്തയുടെ ചരിത്രം അറിയാം. അതുകൊണ്ട് അതൊരിക്കലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മറക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് 1930 അൽ ബയാൻ അറബി മലയാളം മാസികയാണ്. 1930 സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തിൽ മണ്ണാർക്കാട് വെച്ച് സമസ്ത ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ഒരു പ്രമേയമാണ് പാസ്സാക്കിയത്. എന്തായിരുന്നു ആ പ്രമേയം? ഞാൻ ഈ അൽ ബയാൻ അറബി മലയാളം മാസികയിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. സമസ്തയുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. 1930 മാർച്ച് 16 അൽ ബയാൻ മാസിക. എന്താണ് അതിലുള്ള പ്രമേയം? സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. അവതരിപ്പിക്കുന്നത് CK മുഹമ്മദ് മൗലവി, AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിനെ പിന്താങ്ങുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കറിയില്ലേ? എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരല്ല, അതല്ലെങ്കിൽ അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, എതിർക്കപ്പെടേണ്ടതല്ല എന്ന്. ആലോചിച്ച് നോക്കൂ. എൻ്റെ സംസാരം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിച്ചു നോക്കൂ. എന്താ പറഞ്ഞത്? സ്ത്രീകൾ അക്ഷരവിദ്യ നേടുന്നത് അത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. മക്റൂഹ്, അതായത് ഇസ്ലാമിൽ വെറുക്കപ്പെട്ട കാര്യമാണ്. അത് ഒഴിവാക്കിയാൽ പുണ്യം കിട്ടും. അങ്ങനെയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക തലമാണ് എഴുത്ത് എന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും പറഞ്ഞത് അല്ലമ ബിൽ ഖലം, അല്ലേ, പേന കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ള. അക്ഷരവിദ്യ ഏറ്റവും അടിസ്ഥാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ അക്ഷരവിദ്യ സ്ത്രീ സമൂഹത്തിന് മുഴുവനും തടഞ്ഞു വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ്, അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് ആ പ്രമേയം ഇന്നേ വരെ ഇവർ പിൻവലിക്കുക പോലും ചെയ്തിട്ടില്ല. ആ പ്രമേയം നിലവിലിരിക്കെയാണ് ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ്, എതിർക്കപ്പെടേണ്ട ഒന്നല്ല, വേണ്ടതെല്ലാം സമസ്ത ചെയ്തിട്ടുണ്ട് എന്ന്. ഇതിനെ നമ്മൾ എന്താണ് പറയുക? കോമഡി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും? അപ്പോൾ ഇവരുടെ ഈ 98-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക നായകന്മാരും അതേപോലെ തന്നെ ചില രാഷ്ട്രീയ നായകന്മാരും ഒക്കെ പല അഭിപ്രായങ്ങളും ഇവരെ സുഖിപ്പിക്കുന്ന നിലക്കുള്ള പല പ്രശംസാവാക്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്തരക്കാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ സാംസ്കാരിക നായകന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ സുഖിപ്പിക്കുകയല്ല വേണ്ടത്, ശരിക്ക് നിങ്ങൾ ചരിത്രം പഠിക്കുകയാണ് വേണ്ടത്. അവരിൽ ചില ആളുകൾ പറഞ്ഞത് സമസ്തയുടെ കർമ്മപദം വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റേതാണ് എന്നാണ്. ഇതാണോ വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം അക്ഷരവിദ്യയ്ക്ക് എതിരായിരുന്നു. ഇത് ഒന്ന് മാത്രമല്ല, ധാരാളമായി ഇവരുടെ മാസികകളിൽ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവർ പറഞ്ഞതാണ്. ഈ ചരിത്ര വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. വേറെ നോക്കൂ, ഇത് മറ്റൊരു അൽ ബയാൻ മാസിക, അറബി മലയാള മാസിക. ഇതും 1930 ഫെബ്രുവരി മാസം 30 ഇറങ്ങിയ പ്രസിദ്ധീകരിക്കപ്പെട്ട മാസികയാണ്. അതായത് മണ്ണാർക്കാട് പ്രമേയം പാസ്സാക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് ഇവർ പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ ഈ അൽബയാൻ മാസികയിൽ ഇവർ പറയുന്നത് സ്ത്രീകൾക്ക് എഴുത്തു പഠിക്കുക എന്നത് അത് ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കണക്കില്ലാത്ത പാപങ്ങൾ വന്ന് വശാകുന്നതിന് സ്ത്രീ അക്ഷരവിദ്യ പഠിച്ചാൽ കാരണമാകും. മാത്രമല്ല പല പാപങ്ങൾക്കും അത് ഉപകരണമാകും എന്നൊക്കെ ഇവരുടെ പരീക്ഷണങ്ങളിലൂടെ ഇവർ തന്നെ കണ്ടു മനസ്സിലാക്കിയതാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഫസാദിലേക്ക് കൊണ്ടുപോകുന്ന, അതേപോലെ കണക്കില്ലാത്ത പാപങ്ങൾ വന്ന് വശാകാൻ കാരണമാകുന്ന സംഗതിയാണ് സ്ത്രീ അക്ഷരവിദ്യ നുകരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസാദും കണക്കില്ലാത്ത പാപങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഹറാമാവൂലേ? അത്രയും കടുത്ത തെറ്റായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ശേഷം പറയുന്ന വാചകം നിങ്ങൾ കേട്ടോ, സ്ത്രീ അക്ഷരവിദ്യ ശറ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് ഇസ്ലാമിൽ മക്റൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ പഠിക്കൽ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. 1930 സമസ്ത ഇത് പറയുന്നത്. എന്ത്? ഇക്കാലഘട്ടത്തിൽ സ്ത്രീ അക്ഷരവിദ്യ പഠിക്കുന്നത് ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ എന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. 1930 എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ പ്രേമവും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതേപോലെ നവമാധ്യമങ്ങളും വഴിവിട്ട സംഗതികളൊന്നും നടക്കാത്തൊരു കാലമാണ്. ഇന്നത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എന്നിട്ട് പോലും അന്ന് പറയാണ് എന്ത്? ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ എന്തുള്ളൂ വഴി കാണുന്നുള്ളൂ എന്ന്. അപ്പോൾ 2024 എന്തായിരിക്കും അവസ്ഥ? കടുത്ത ഹറാമാവൂലേ? കടുത്ത ഹറാമാകാനല്ലേ വഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ സമസ്തയുടെ ചരിത്രമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇത് അറിയില്ലേ? ഇതറിയാഞ്ഞിട്ടാണോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? കഴിഞ്ഞിട്ടില്ല, ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ കാണൂ, 1956 ജൂലൈ ഓഗസ്റ്റിലക്കം അൽബയാൻ അറബി മലയാളം മാസികയാണ്. അതിൽ ഈ മണ്ണാർക്കാട് പാസാക്കിയ പ്രമേയമുണ്ടല്ലോ, ആ പ്രമേയത്തെ വീണ്ടും അതിന് പിൻബലം കൊടുക്കുന്ന നിലക്കുള്ള ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും ഈ അൽബയാൻ മാസികയിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്താണ് ഈ മാസികയിലുള്ളത്? ചോദ്യം: ബഹുമാനപ്പെട്ട അൽബയാൻ പത്രത്തിൻ്റെ ഹലറത്തിലേക്ക് ചോദ്യമാണ്. എന്താണ് ചോദ്യം എന്നറിയോ? പെൺകുട്ടികളെ കിതാബത്ത് പഠിപ്പിക്കുന്നതിൽ നമ്മുടെ ശറഇൻ്റെ വിധി എന്താണ്? പെൺകുട്ടികളെ കിതാബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് പഠിപ്പിക്കുന്നതിൽ ശറഇൻ്റെ വിധി എന്താണ് എന്ന് അൽബയാൻ അറബി മലയാളം മാസികയോട് ചോദിക്കാൻ. അപ്പോൾ ഇവർ കൊടുക്കുന്ന മറുപടി കേട്ടോ, പെൺകുട്ടികൾക്ക് കൈയെഴുത്ത് പഠിക്കുന്നതിൽ അങ്ങേ അറ്റമുള്ള വിധി കറാഹത്താണ് എന്ന് ഇബ്നു ഹജർ പ്രസ്താവിച്ചിരിക്കുന്നു. അങ്ങേ അറ്റത്ത് അതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ് എന്ന് ഇബ്നു ഹജർ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല ഇവരുടെ നിയമം എന്ന് പറഞ്ഞാൽ കറാഹത്ത് ആവർത്തിച്ച് ചെയ്താൽ അത് ഹറാമാകും എന്നാണ് ഇവരുടെ നിയമം. അപ്പോൾ അത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഹറാമായി തീരുകയും ചെയ്യും.
ഒഴിയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളാണോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത്? ചരിത്രം മായ്ക്കാനുള്ള ശ്രമമാണല്ലേ? കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ കാണുന്നത് 1958 ഡിസംബറിലെ അൽ ബയാൻ അറബി മലയാളം മാസികയാണ്. നമുക്ക് ചില ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കാം. നിങ്ങൾക്കല്ലേ ചരിത്രം അറിയാത്തത്? അതിൽ ഇവരുടെ മദ്രസ ബോർഡിൻ്റെ വാർത്തകൾ വരികയാണ്. നിങ്ങൾക്കതിൻ്റെ ഹെഡിങ്ങിൽ കാണാം, ബോർഡ് വാർത്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ കൊടുത്തൊരു സംഗതി കേട്ടോ. വരുന്ന ഷഅബാൻ ആദ്യത്തിൽ അംഗീകൃത മദ്രസകളിലെ 5ാം തരത്തിന് നടത്താൻ പോകുന്ന പൊതുപരീക്ഷ അതാത് മദ്രസകളിൽ വെച്ച് തന്നെ ആൺകുട്ടികൾക്ക് എഴുത്തുമുഖേനയും, ആൺകുട്ടികൾക്ക് എങ്ങനെ എഴുത്തുമുഖേനയും പെൺകുട്ടികൾക്ക് വാക്കുമൂലവും നടത്താൻ തീരുമാനിച്ചു. പെൺകുട്ടികൾ എഴുതാൻ പാടില്ല, അവർക്ക് അക്ഷരവിദ്യ പാടില്ല. അവർ പരീക്ഷ നടത്തേണ്ടത് എങ്ങനെ, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെ? വാക്കുമുഖേനയാണ്. അവർക്ക് സംസാരിക്കാനേ പറ്റുള്ളൂ. അത് വിത്തനാകുമോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളിലെ ആൺകുട്ടികൾക്ക് എഴുതാം, പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല. ഇവിടെയായിരുന്നു സമസ്ത. ഇതായിരുന്നു നിങ്ങളുടെ നിലപാട്. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ മണ്ണാർക്കാട് നടത്തിയ ഈ പ്രമേയം, മണ്ണാർക്കാട് വെച്ച് നിങ്ങൾ പാസാക്കിയ പ്രമേയം, ആ പ്രമേയം ഇന്നേ വരെ നിങ്ങൾ പിൻവലിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല, നിങ്ങളുടെ 60ാമത്തെ വാർഷികം, സമസ്തയുടെ 60ാമത്തെ ആനിവേഴ്സറി, അതിൽ നിങ്ങൾ ഇറക്കിയ ഒരു സൂവനീറുണ്ട് 1985. അതിൽ മണ്ണാർക്കാട് പ്രമേയത്തെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുകയാണ്. അതിലെന്താ എഴുതിയെന്നറിയോ? എന്നാൽ സ്ത്രീ എഴുത്ത് പഠിക്കുന്നതിൽ ഭൗതികപരമായ വല്ല ഗുണവുമുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ പറയേണ്ടതില്ല. സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കുന്നതിൽ ഭൗതികമായ ഗുണമുണ്ടോ എന്നുള്ള ചർച്ച തന്നെയല്ല. ഭൗതികപരമായ വല്ല ഗുണവുമുണ്ടായാലും അക്കാര്യം ശറഇന് വിരോധിക്കുന്നതിന് തടസ്സമില്ല. ഭൗതികമായി ഗുണമുണ്ടെങ്കിലും ശറഇന് അത് വിരോധിക്കുന്നതിന് എന്തില്ല, തടസ്സമല്ല. അപ്പോൾ വിരോധം തന്നെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറയാണ്, കള്ളിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ ഇസ്ലാം അടുത്ത നിമിഷത്തിൽ അത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. എന്താ പറഞ്ഞത്? കള്ളിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ ഇസ്ലാം അടുത്ത നിമിഷത്തിൽ ആ കള്ള് വിരോധിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പഠിക്കുന്നത് പാടില്ലാത്ത മക്രൂഹ് തന്നെയാണ്, വിരോധിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്ന നിലക്കാണ് നിങ്ങളുടെ 60ാം വാർഷികത്തിൽ വീണ്ടും നിങ്ങളിറക്കിയ പ്രമേയങ്ങളെയും അഭിപ്രായങ്ങളെയും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കാണാതെ, അതല്ലെങ്കിൽ പഠിക്കാതെ, അതല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രസ്താവന ഇറക്കുക, ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് 98ാം വാർഷിക സമ്മേളനത്തിൽ, അതല്ലെങ്കിൽ സ്ഥാപക ദിനത്തിൽ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയാം. ഈ രാഷ്ട്രീയക്കാരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അതല്ലെങ്കിൽ ഈ സാംസ്കാരിക നായകന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും മിനിമം ബഷീറിൻ്റെ കൃതികളെങ്കിലും സാഹിത്യങ്ങളെങ്കിലും വായിക്കണം. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഈ നിലക്കുള്ള സമീപനങ്ങൾക്കെതിരിലാണ് അദ്ദേഹത്തിൻ്റെ പല സാഹിത്യകൃതികളും അതിൻ്റെ ഇതിവൃത്തങ്ങൾ എന്ന കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. സാഹിത്യകാർ അതല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ചരിത്രം പഠിച്ചിട്ട് സത്യസന്ധമായ വിലയിരുത്തലുകളാണ് വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് ചെല്ലുമ്പോൾ അവരെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയില്ല. കൃത്യമായ നവോത്ഥാന, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം ഇടപെടേണ്ടത്. അതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങൾ കടുപ്പം കുറച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രമേയങ്ങളൊന്നും അതിനൊന്നും അള്ളാഹുവിൻ്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യവും കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഇതൊക്കെ ഒരു അവസരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.